ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്റെ സിനിമകളെക്കുറിച്ചല്ല, മറിച്ച് എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരുപക്ഷെ എനിക്ക് മരണം വരെ സംഭവിക്കാവുന്ന ഒരു രാത്രിയെക്കുറിച്ചാണ്. 50 വർഷത്തെ ഈ സിനിമാ ജീവിതത്തിൽ ഞാൻ ഒട്ടേറെ കയറ്റിറക്കങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ 1995 ആ രാത്രി അത് ഇന്നും ഒരു നടുക്കമായി എൻ്റെ ഉള്ളിലുണ്ട്. ഒരു മനുഷ്യനെന്ന നിലയിൽ ഞാൻ തകർന്നുപോയ, എന്നാൽ മറ്റൊരു മനുഷ്യന്റെ കരുണ കൊണ്ട് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നിമിഷം. തമിഴ്നാട് രാഷ്ട്രീയം തിളച്ചുമറിഞ്ഞ കാലമായിരുന്നു അത്. മുഖ്യമന്ത്രി ജയലളിതയുടെ കരുത്തിന് മുന്നിൽ എല്ലാവരും വിറച്ചു നിന്ന സമയം. ആ സമയത്താണ് നടികർ തിലകം ശിവാജി ഗണേശൻ സാറിനെ ഷെവലിയർ പുരസ്കാരം ലഭിക്കുന്നത്. അതിന്റെ ആഘോഷ ചടങ്ങ് മദ്രാസിൽ നടക്കുന്നു. മുഖ്യമന്ത്രിയാണ് അധ്യക്ഷ. ഞാനടക്കം എല്ലാ സിനിമാ താരങ്ങളും അവിടെയുണ്ട്. ചടങ്ങ് തീരാറായപ്പോൾ നന്ദി പറയുവാൻ എന്നെ വിളിച്ചു. സാധാരണ ഒരു നന്ദി പ്രസംഗം നടത്തി ഇറങ്ങേണ്ട എനിക്ക് ഉള്ളിലെവിടെയോ ഒരു അമർഷമുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് ഞാൻ നടത്തിയ പ്രസംഗം ഒരു സ്ഫോടനമായിരുന്നു. സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചു. ആ നിമിഷം ആ വേദി നിശബ്ദമായി. മുഖ്യമന്ത്രിയുടെ മുഖം ചുമന്നു. വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയായിരുന്നു അത്. വേദിയിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങി. എന്റെ കാറിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അവിടെ AIDMKയുടെ പ്രവർത്തകർ എന്നെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഒരു വശത്തവർ ആക്രോശിക്കുന്നു, മറുവശത്തവർ ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തി. ആ ജീപ്പിൽ കയറട എന്ന് അവർ ആജ്ഞാപിച്ചു. എന്റെ കൂടെയുണ്ടായിരുന്നവർക്ക് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഞാൻ ആ ജീപ്പിനുള്ളിലായി. ആൾക്കൂട്ടം ആ ജീപ്പ് വട്ടം കറക്കുവാൻ തുടങ്ങി. ചീത്തവിളികൾക്കും അക്രമങ്ങൾക്കും ഇടയിൽ ഞാൻ ശ്വാസം മുട്ടി. അവർ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. ഓരോ നിമിഷവും ഞാൻ കരുതി ഇതാണ് അവസാനമെന്ന്. തൊട്ടുമുന്നിൽ പോലീസ് നിൽക്കുന്നുണ്ട്. പക്ഷേ ഭയം കാരണം അവർ നിസ്സംഗരായി നോക്കി നിൽക്കുകയാണ്. മരണം എന്നെ തൊട്ടടുത്തു വന്ന് വിളിക്കുന്ന അനുഭവം. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ആ മാലാഖ പ്രത്യക്ഷപ്പെട്ടത്. K. ഭാഗ്യരാജ്, എൻ്റെ പ്രിയ സുഹൃത്ത്. മറ്റുള്ളവർ പേടിച്ചു മാറി നിന്നപ്പോൾ അദ്ദേഹം പോലീസിനെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. രജനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ തമിഴ്നാട് കത്തും. ഞാൻ മാധ്യമങ്ങളെ വിളിക്കും എന്ന് ആ പോലീസുകാരൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ആ ഒരൊറ്റ വാക്കിൽ പോലീസുകാരൻ ഉണർന്നു. ഭവിഷ്യത്തുകൾ ഓർത്ത് അയാൾ ഓടിച്ചെന്ന് ജീപ്പ് തടഞ്ഞു. ചോരയൊലിപ്പിക്കുന്ന ശരീരത്തോടെ ഞാൻ ആ ജീപ്പിൽ നിന്നിറങ്ങി. ഭാഗ്യരാജ് സാറാണ് എന്നെ മറ്റൊരു വണ്ടിയിൽ സുരക്ഷിതമായി കയറ്റിയത്. പോകുന്നതിന് മുമ്പ് അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു, വീട്ടിലെത്തിയാൽ എന്നെ ഉടനെ വിളിക്കണം. ആ വാക്കുകൾ നൽകിയ ധൈര്യം വാക്കുകൾക്ക് അപ്പുറമാണ്. ഇന്ന് ഭാഗ്യരാജ് സാറിൻ്റെ സിനിമയിലെ 50 വർഷങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്നത് വെറുമൊരു അതിഥിയായല്ല, അദ്ദേഹത്തിന് എൻ്റെ ജീവൻ കടപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമുള്ള ഒരു സുഹൃത്തായാണ്. ആ രാത്രി അദ്ദേഹം ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുമായിരുന്നില്ല. സിനിമാ ജീവിതത്തിലെ ഉയർച്ചകൾക്കിടയിലും ആ രാത്രി എനിക്ക് ഒരു വലിയ പാഠമായിരുന്നു. യഥാർത്ഥ ഹീറോകൾ സ്ക്രീനിലല്ല, ജീവിതത്തിലാണ് എന്ന് അദ്ദേഹം തെളിയിച്ചു. നന്ദി. അതെന്നും എൻ്റെ ശ്വാസത്തിനൊപ്പം ഉണ്ടാവും.